ഉരുപ്പടിയാ നിങ്ങൾ ഈ അലമാരയുടെ കൊണമതി ആരും പറയാതെ എന്റെ കലണ്ടർ ഇങ്ങോട്ട് എടുക്ക. പാലിന്റെ കണക്ക് മുഴുവനും അതിൽ എഴുതി വെച്ചേക്കുന്നത്. പിടിക്കും. ഈ സാധനമല്ലേ എന്റെ പട്ടി പിടിക്കും. ആ കലണ്ടർ ഇങ്ങോട്ട് എടുക്കും മനുഷ്യ. ആ പണ്ടാരക്കാലത്ത് ഇതിന്റെ പുറകിൽ ആണയും വെച്ചിട്ടുണ്ടായിരുന്നോ? വല്ല വിഷവും പുരട്ടിയതായിരിക്കും കേട്ടോ. രാവിലെ തന്നെ അമ്മയാണല്ലോ. ഹലോ. ആ എടാ, നിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ അലമാരയുടെ എന്തോ കൊണ്ടിട്ടില്ലേ? അച്ഛന്റെ കൈ മുറിഞ്ഞു. കുടുകൂടാന്നാ ചോര പോകുന്നേ. ദേ ചോര നിൽക്കുന്നില്ല. അയ്യോ, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അലമാര കൊണ്ട് എന്നാക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ? മനുഷ്യന് നിന്ന് തിരിയാൻ ഇവിടെ സ്ഥലമില്ല. ആ അലമാര എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? കൊണ്ടുപോയി കളയാൻ പറ്റുമോ? ഓ, എന്നാ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് നീ പറയുന്നേ. നിന്റെ അമ്മായിയച്ഛൻ മേടിച്ചു തന്ന മുഴുത്ത അലമാരയല്ലേ? നീ അത് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയിക്കോ. ആ അലമാര വലിയ പ്രോബ്ലം അല്ലോ. അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ആ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടെങ്കിലല്ലേ എന്റെ അലമാരിക്ക് ഉണ്ടാവും. ഇന്ന് മിക്കവാറേ എനിക്ക് ബോണസ് കിട്ടും. ഞാൻ ബോണസ് എന്ന് തന്നെയല്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ്. ഇത് ടാലി ആവുന്നില്ലല്ലോ. ഇതൊക്കെ വാങ്ങിയതുപോലെ ഈ വീട് മുഴുവൻ ഫർണിഷ് ചെയ്യണം നമുക്ക്. വില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എനിക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. ഏയ്, അത് വേണ്ട. നമുക്കിങ്ങനെ പതിയെ പതിയെ കല്ലിൻ്റെ മേൽ കല്ല് കയറ്റി വെച്ച് മെല്ലെ ഓരോന്നായിട്ട് വാങ്ങാം. അതാ അതിൻ്റെ ഒരു സുഖം. അമ്മ. ഹലോ അമ്മേ. മോളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം അമ്മേ. ഞങ്ങളിത് ഫർണിച്ചറൊക്കെ വാങ്ങിച്ചു വന്നു. ആണോ? ദേ, അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മേ, അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാം. ഹലോ അമ്മേ. അമ്മയല്ല, അച്ഛനാ. ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് മോനെ. നിങ്ങളുടെ ഫ്ലാറ്റും ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാലോ. അച്ഛൻ വന്നോ? പക്ഷേ ഞങ്ങൾക്ക് ലീവൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്നും ലീവാ. അതുകൊണ്ട് ശനി ഞായറും കണക്കാക്കിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? കല്ലുമ്മേ കല്ല്. എന്ത് ചട്ടി? എന്താടാ? കണ്ടില്ലേ സ്ഥലം കയ്യേറിയിരിക്കണം. നിങ്ങളോട് പല പ്രാവശ്യം ചോദിച്ചാ സ്ഥലം കൊടുക്കുന്നുണ്ടോ? ചെട്ടി ഇപ്പൊ ഈ സ്ഥലം കയ്യേറി. ഞങ്ങളുടെ ബിൽഡിംഗ് പണിയാൻ പോവാ. നല്ല വില തരാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാ. കൊടുക്കണോ? എന്ത് ന്യായോട്? ഞങ്ങളുടെ പറമ്പിക്കര ഉണ്ടാക്കിട്ട് വന്നിട്ട് ഞാനിപ്പോഴല്ലേ കാണുന്നത്. കൂട്ടുകാരനാ. വേണ്ട, ഇവിടെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നമുക്ക് കേസ് കൊടുക്കാം. അല്ലാതെ കേസൊന്നുമില്ല, നല്ല പെടയെ കൊടുക്കണ്ട്. ഈ തടീനട്ടെ അവനിട്ട് കൊടുക്കാൻ പറ്റൂല. എടാ, നീ ഒന്ന് അടങ്ങ്. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇറക്കിയിരിക്കും. ബായ്, ഇത് പോതുമാ? ബസ് ശ്രീറാം ഷെട്ടിയുടെ എന്റെ ഒരു കൊളീഗിന്റെ സ്ഥലം ഇതുപോലെ കയ്യേറിയതല്ലേ? അവൻ മേടിച്ച സ്ഥലത്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അകന്ന ബന്ധത്തിൽപ്പെട്ടവർ രേഖകളൊക്കെ ആയിട്ട് വന്നു. പിന്നെ കേസും കൂട്ടുമൊക്കെ ആയി. കേസിൽ തോക്കുമെന്നായപ്പോൾ കയ്യേറിയവർ ഗുണ്ടകളെ ഇറക്കി. ഫൈനലി കിട്ടിയ കാശിന് സ്ഥലം അവർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു. ആണോ? ബാംഗ്ലൂരിൽ പുതിയതായതുകൊണ്ടാണ് നിനക്കതൊന്നും അറിയാത്തത്. ആ സ്ഥലം കിട്ടുന്ന വിലക്ക് കൊടുക്കു ചേട്ടാ.
മെറിൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ, എന്തിനാ വെറുതെ വേണ്ടാത്ത പുലിവാലൊക്കെ പിടിക്കുന്നത്? നിനക്കത് പറയാം. ഞങ്ങളിന്ന് വക്കീലിനെ കണ്ടു. പുള്ളി നാളെ കേസ് ഫയൽ ചെയ്യും. ഞങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിയ സ്ഥലമാ. അങ്ങനെ കളയാൻ പറ്റുമോ? ആ, അമ്മയും അച്ഛനും മറ്റന്നാ വരും. ആ, അത് ശരിയാണല്ലോ. അവരെവിടെ കിടത്തും? നമുക്കൊരു ബെഡ് ഇട്ടിട്ട് ഗസ്റ്റ് റൂമിൽ കിടത്താം. എന്നാലും ആ ഷെട്ടിയുടെ ഒരു അഹമ്മതി നോക്കണേ. അച്ഛനും അമ്മയും വരുമ്പോ എന്തെങ്കിലും മേടിക്കണ്ടേ? ഒരു തുണ്ട് ഭൂമി കഷ്ടപ്പെട്ട് മേടിക്കുന്നതിന് അത് പോകുമ്പോഴുള്ള വില അറിയൂ. ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ വില എന്താണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയണ്ട. ആ, അതാ നിന്റെ കുഴപ്പം. അച്ഛനും അമ്മയും വരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ബസ്സിനാണോ ട്രെയിനിനാണോ വരുന്നത്? അവരിവിടെ വന്നിട്ട് വീട്ടിലോട്ട് എങ്ങനെ വരും? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചേട്ടൻ അന്വേഷിച്ചോ? അത് ശരിയാണല്ലോ. അവര് ട്രെയിനിനാണോ ബസ്സിനാണോ വരുന്നത്? ഇത് ഉണങ്ങുന്നില്ലല്ലോ. നിങ്ങളെ കയ്യിൽ പന്തോ ചുറ്റിക്കൊണ്ടിരുന്നോ? അവരെ ബാംഗ്ലൂർക്ക് പോവുക. ഒടുക്കം നമ്മൾ രണ്ടാം തരക്കാരാകും. ആ ലളിതയില്ലേ ആദ്യ സാമർത്ഥ്യക്കാരിയാ. അയ്യോ, അവരൊന്ന് ബാംഗ്ലൂർ പോകുന്നതിന് നീ എന്തിനാണ് ഈ എഴുതാപ്പുറം വായിക്കുന്നത്? അല്ല, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനല്ലേ. അവന് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? എടി, നീ എന്നെ ഇങ്ങനെ ചവിട്ടുന്നത് കണ്ടിട്ടില്ലേ അവൻ വളർന്നത്? പിന്നെ അവൻ എങ്ങനെയാണ് ഈ നട്ടലുണ്ടാവുന്നത്? ആഹാ, എന്നിട്ട് അലമാരയുടെ കൈ പോയപ്പം ഞാനല്ലേ ഉള്ളു ഇപ്പൊ ഓയിൽ കലക്കി തരാൻ. എടി, അത് നിന്റെ പാലിന്റെ കണക്കെഴുതിയ കലണ്ടർ എടുക്കാനല്ല ഞാൻ ഈ അലമാരയുടെ. അലമാരുണ്ടാക്കി ഒരു ഗതികേടും. എടി, അത് കലങ്ങിയില്ലടി. നിങ്ങളുടെ കൈക്കല്ലേ കുഴപ്പമുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്ന് കാലിട്ട് കലക്ക്. ഒരു അലമാരും എന്തൊരു കഷ്ടമാന്ന് പറ. നീ എന്തോന്നാണ് ഈ തേച്ചോണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചേ. ഇവിടെ ഒരു ബിക്കാനീർ. എന്താടി നിന്റെ ബക്കാടീർ? ആ, കണ്ടില്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്? ആ, പഠിച്ചോണം. അല്ലെങ്കിൽ കണ്ട വീട്ടിൽ പോയി ഇങ്ങനെ കാടിയും കലക്കി ഇരിക്കേണ്ടി വരും. എന്റെ ഗതികേട് വരും നിനക്ക്. നമുക്കൊരു യൂബർ വിളിച്ച് വന്നാ പോരായിരുന്നോ ചേട്ടാ? യൂബർ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തോണ്ടല്ലേ. പിന്നെ ബാംഗ്ലൂർ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം അല്ല അച്ഛാ? ആ, റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ദൂരല്ലേ ഇങ്ങോട്ട്? അതെ, പക്ഷെ സ്വാധിക്കതാ സൗകര്യം. പിന്നെ ഓഫീസേ അടുത്താ. എല്ലാവരും ആ അലമാരം ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് മോശമായിപ്പോയി. നിങ്ങളുടെ ഉപയോഗത്തിനല്ലേ നമ്മളതൊക്കെ വാങ്ങിച്ചു തരുന്നത്. ഞങ്ങൾ വാങ്ങിച്ചു തന്ന അലമാര നാട്ടിലിട്ടിട്ട് പോകുന്നത് ഒട്ടും ശരിയായില്ല. അത് പിന്നെ അച്ഛാ, അത് ഒരു ലോറിയിലൊക്കെ കയറ്റിയും കൊണ്ടുവരണ്ടേ. പോരാത്തതിന് അതിന് ഭയങ്കര ഭാരവും വലിപ്പവും. അതുകൊണ്ടാ. നോക്കി, എന്ത് വലിയ മിസൈലാ ആ ലോറിയിൽ കെട്ടി വലിച്ചോണ്ട് പോകുന്നത്. അത്രയൊന്നും വരില്ലല്ലോ ഒരലമാര. അമ്മയാണല്ലോ. ഹലോ. ആ, ഹലോ അമ്മേ. അരുണില്ലേ ഇവിടെ? അരുണേട്ടൻ കുളിക്കാണല്ലോ. ആ, കുളിച്ചിറങ്ങുമ്പോഴേ ഞാൻ വിളിച്ചെന്നൊന്ന് പറഞ്ഞേക്ക്. ശരി എന്നാ. മാമ ഒന്നും പറയണ്ട. ഞാനിപ്പോ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാൻ നിൽക്കണേ. ആ അലമാര കാരണമുള്ള മനസമാധാനവും പോയി. ആ, ഞാൻ എല്ലാം അറിഞ്ഞൂടാ. ചേച്ചി എല്ലാം പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? സ്വാതിയാണെങ്കിൽ ആ അലമാര ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാ പറയുന്നത്. എടാ, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. എടാ, ഒരു കുഞ്ഞിക്കാല് കണ്ട ഈ അലമാര അലമാര എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കണം ഈ രണ്ട് വീട്ടുകാരും. പിന്നെ പിള്ളത്തൊട്ടിൽ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിക്കണം. എന്റെ മാമ, ഇവിടെ കുഞ്ഞിക്കാല് പോയിട്ട് കൂന്ന് പോലും പറയാൻ പറ്റുന്നില്ല ഇവിടെ. എടാ, ഇതിലൊക്കെ ഒരു മാമൻ ഇടപെടുന്നല്ലൊരു പരിധിയില്ലേ? ഭാരതത്തിന്റെ ഭാവിയാ, നിലത്തിടരുത്. അതൊന്നുമില്ല, ഭാരതത്തിന്റെ ഭാവി ഒന്ന് കൈമാറിയതാ. എടാ, അതൊക്കെ ശരിയാക്കാം. നീ കരയല്ലേ, മാമനല്ലേ ഉള്ളത്. ഒക്കെ ശരിയാക്കാം. ആ, ശരി. ചേട്ടോ. ഓ, ആ, ഒരു 2 പൊറോട്ടയും പിന്നെ ഒരു ബീഫ് ഫ്രൈ. ഉള്ളി ശരിക്കും വിതറിക്കോട്ടാ. ബീഫ് ആയില്ല സുപ്ര, നേരം വെളുത്തല്ലേ. ഓ, മണി 8 ആയല്ല, ഇതുവരെ ആയില്ലേ? ഇന്നലത്തെ വല്ല ബാക്കി ഉണ്ടെങ്കിൽ ചൂടാക്കി തന്നാലും മതി. അല്ല, അതൊന്നുമില്ല.
ഇത്തിരി വേഗം പോടാ. എന്താടാ സൂപ്പറാടാ. 90, 91, 92, 94, 95. പ്രസാദേട്ട രണ്ടും കൽപ്പിച്ചാണല്ലോ. പഴയ ജിമ്മ ആള്. പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. വീട്ടില് സെർവന്റ് ഇല്ലല്ലോ. അരുണേ, എടാ ഒരു അലമാര കയറ്റാൻ വേണ്ടിട്ട് ലോഡിംഗുകാർക്ക് 5000 രൂപയെ അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മലയാളികൾ ഈ ശരീരം അനങ്ങാണ്ട് ജോലി ചെയ്യുന്നവരാന്ന് വെച്ച് എന്തും ചോദിക്കാം. നമ്മൾ 3-4 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ മുകളിൽ കയറ്റാൻ പറ്റുമോ? എന്താ പറ്റാത്തെ? സൂപ്പർമാമനോട് സാധനം കൊണ്ട് വെക്കാൻ പറ. ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കയറ്റും. കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? தம்பி எவ்வளோ வெள்ளப்பு இருக்க பாருங்க. அலமார பெங்களூர்ல கிடைக்காதா? അത് ഹൗസ് ഓണറാണ്. അത് ഈ പൊക്കമുള്ളവർക്ക് വേണ്ടി വരുന്ന ഒരു സ്പെഷ്യൽ അലമാരയാ. അപ്പൊ വരും. அப்படியா? അതേ വന്നില്ല. സൂപ്പർമാമല്ലേ? അലമാരിക്കകത്താണ്. അതേ മക്കളെ മാമൻ വന്നടാ. സൂപ്പർമാമൻ വന്നടാ. മാമൻ അലമ്പാക്കും ഇവിടെ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. അരുണേ இது யாரு? അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? മക്കളെ വേടാ നിന്റെ അലമാര. മാമനാ, എന്റെ അല്ല അരുണേട്ടന്റെ. മാമൻ ഫിറ്റ് ആണോ? എടാ സുവിനെ ഇങ്ങ് വന്നടാ. വന്ന് അലമാര പിടിക്കടാ. മാമ നോക്കി നിൽക്കാതെ വേറെ ഇറക്കടാ. മാമൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ അല്ലേ മാമ? മോനെ ചക്കരെ പതപ്പിക്കലടാ. കണ്ടടാ നമ്മൾ വിചാരിച്ചോല്ലോ നല്ല വലിപ്പുണ്ട്. എന്ത് വലിപ്പം? എടാ ഇത് മറ്റേ ടർപ്പോളയും കാർഡ്ബോർഡൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. നമ്മളിത് എത്ര കണ്ടതാ? എടാ വന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിന്റെ അവിടെ വെച്ച് തടഞ്ഞിട്ട് കെട്ടയിപ്പിച്ച് അവര് കുപ്പിണോന്ന് തപ്പി നോക്കിയതാ. ഞാൻ പൊത്തി വെച്ച് എന്നിട്ട് 16 പോയി അലമാര വെക്കടാ. ശ്വാസം കിട്ടി. ഇതേതാണ് പുതിയ മണ്ടന്മാര്. ഇത് വലിയ അലമാരയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ കൊടുത്തയച്ചതാ. ഇത് ഇത്തിരി ഹെവിയാണല്ലോ. എന്ത് നീയല്ല മറ്റേ കാലുകൊണ്ട് തട്ടിക്കയറ്റെന്ന് പറഞ്ഞത്? തട്ടിക്കയറട്ടാ. ഞാനറിഞ്ഞോ ഇത്രയും വലിയ അലമാരൊക്കെ നാട്ടി പണിയൊന്നും. ഒരു ഫ്ലാറ്റിന്റെ വലിപ്പമുണ്ട്. വായം പൊളിച്ച് നോക്കിക്കാണ്ട് കേറി ഇറക്കടാ. ജസ്റ്റ് അമലു ഇക്കടെ ചൂടു. അത് എന്റെ ഫ്ലാറ്റിൽ വന്നത്. ഈട്ടിയാ അതെത്ര കനം? കന്നൂനെ നോക്കിയിട്ടുണ്ടോ മോനെ? കന്നിമൂല മാമന്റെ ஓலமாருக்கு என் பக்கம் தள்ளாத. മാമനുണ്ടാ മാമനുണ്ടോ മക്കളെ? വലിയ അലമാരിയാട്ടാ. இந்த பக்கம் பார்த்து. സൈഡ് വിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ മാമനെ എടുത്തോണ്ട് വരുന്ന വല്ല കാര്യമുണ്ടോ? മനസ്സിലടാ. மேல 5 நிலை. தூக்குங்க தூக்குங்க. നടുവൊന്നും മിന്നി മൊത്തം അന്ധകാരവ. തല കറങ്ങുന്ന പോലെ. ചേട്ടന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി വൈകുന്നേരം വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ജോലി ചെയ്യാനുള്ളതാ? അയ്യോ സമാധാനമായല്ലോ? ഇത് അടയുന്നില്ലല്ലോ. അടയുന്നില്ലേ? പറഞ്ഞ പോലെ അടയുന്നില്ലല്ലോ. ഇതെങ്ങനെ അടയാനാ? നിങ്ങളുടെ സുപ്രമാമ കള്ളും കുടിച്ചൊരു സൂക്ഷ്മത ഇല്ലാണ്ട് കൊണ്ടുവന്നിട്ട്. പിന്നെ മാമനെ നീ വെറുതെ ഓരോന്നും അതും ഇതും പറയണ്ട. മോളെ മാമന് 4 ഗ്ലാസും കുറച്ച് വെള്ളവും. ഭയങ്കര ദാഹം. അല്ല 2 നാരങ്ങ പിഴിഞ്ഞ് ചെയ്യണം. ആദ്യം കട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മതിലും കെട്ടി മാമ. ഇപ്പോഴും ഇവന്മാർക്ക് ഇവിടുന്ന് പോവാറായിട്ടില്ലേ? പൊക്കമില്ല. കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവന്മാർ ഇവിടെ മുഴുവൻ കിട്ടിയേനെ. പൊളിക്കുകയാണെങ്കിൽ ഇപ്പൊ പൊളിക്കണം. പിന്നെ പൊളി നടക്കൂല. ഒടുക്കത്തെ ഉറപ്പാ. എന്റെ പൊന്നങ്കു ഞാൻ അപ്പളെ കുമാരത്ത് പറഞ്ഞ അപ്പൊ ഇവന്മാര് കോടതിയിലും പോലീസിലും പോയെന്ന്. എന്റെ പൊന്നു മാമ ഇവൻ അല്ലേ തന്നെ വിവരമില്ല. ഇനി മാമൻ കൂടെ കമ്പനി കൊടുക്കല്ലേ? ഇത് അങ്ങനെ വിട്ടാ പറ്റൂല. അവന്റെ ഒക്കെ കോപ്പിലെ ഗേറ്റ് എന്താ അവൻ പറയണത്? അത് മാമനോട് ഇറങ്ങി പോടാ പൊന്നാര മോനെ.
എടാ ജസ്റ്റിനെ ഇവന്മാരൊക്കെ ഓടിക്കാനുള്ള സാധനം എന്റെ അടുത്തുണ്ടാ. നീ ഒന്ന് എന്റെ ദണ്ട കണ്ടിട്ടുണ്ടാ. അന്ന് ഇപ്പൊ കാണിക്കില്ലേ? അരുണേട്ടാ, എന്നെയാണോ? എന്താ സ്വാതി? അതെ, നമ്മുടെ അലമാരി ഇപ്പോഴും അടയുന്നില്ല. നമുക്കത് നന്നാക്കാൻ ഒരു ആശാരിയെ വിളിപ്പിച്ചാലോ? പ്ലീസ്. വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഒരു ഉളി എടുത്തോണ്ട് വരാൻ പറഞ്ഞാലോ? എന്റെ സ്വാതി, നിനക്ക് ഉറങ്ങാൻ നേരത്ത് വേറെ എന്തെങ്കിലും ഓർത്തൂടെ? ഇത്രയും നാളത് കൊണ്ടുവരാനായിട്ടായിരുന്നു. ഇപ്പൊ കൊണ്ടുവന്നതായോ കുഴപ്പം? അത് സൂക്ഷിച്ചു കൊണ്ടുവരാഞ്ഞിട്ടല്ലേ വാതിൽ പോലും അടയ്ക്കാണ്ട് കൊണ്ടുവന്നേ. ഓ, ഇവിടെ കഴുകി വൃത്തിയാക്കേണ്ടി വരും ഈ തറക്ക് ഇച്ചിരി നിറം കിട്ടാൻ. ദിവ്യ, നീ അച്ഛൻ്റെ അടുത്ത് എന്നിട്ടേ ഇത്തിരി പെനോയിലിങ്ങി മേടിച്ചോണ്ട് വന്നേ. ഓ, ആ അലമാര പോയ പിന്നെയാ വീടിനകത്ത് ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടായത്. ഓ പിന്നെ ആ അലമാര അവിടെ ഇരുന്ന കാലം മുഴുവൻ നിന്റെ തള്ള കൂരിട്ടില്ലല്ലേ ജീവിച്ചോണ്ടിരുന്നത്. അകത്തേക്ക് ചെന്ന് ചോദിക്ക്, എന്നിട്ട് കിട്ടുന്ന മേടിച്ചോ. ഞാനൊന്ന് അപ്പുറം വരെ പോവാ. അമ്മയുടെ പെനോയിൽ കൊടുക്കാൻ മറക്കല്ലേ. എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മനസ്സർ കാണുകില്ലേ. ഈ കുപ്പിയൊക്കെ തീർന്നിരിക്കുക. നീ കോട്ട വാങ്ങിക്കാൻ മറന്നു ഈ മാസം. ഏത് സമയത്ത് ഒരു കുപ്പി, എന്തൊരു മനുഷ്യനായത്. അങ്ങനെ പിടിച്ച പിടിയാലെ ബാംഗ്ലൂർ പോയതുകൊണ്ട് അലമാര അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. ആ മരുമോനെ തുടക്കത്തിലെ പരിധിയിൽ നിർത്തുന്നത് നല്ലതാ. എല്ലാം നിന്റെ മിടുക്ക. അങ്ങനെയാ. ഒന്ന് വേഗം കഴിക്കണ്ട ശ്യാമേ. നിന്റെ ചപ്പാത്തി വറുത്തലൊക്കെ എങ്ങനെ പോണു? അതിനുള്ള യന്ത്രം മേടിക്കാൻ പോവാ. ആ എടാ, എന്താടാ അലമാര കൊണ്ടുവന്നിട്ട് നിന്റെ മുഖത്തൊരു പ്രസാദം ഇല്ലാത്തത്? ഒന്നും പറയണ്ട. ആ അലമാര കൊണ്ടുവന്നപ്പോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രശ്നം. അത് ശരി. ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്. ഇനി കുറെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. അതെന്താ? അപ്പൊ പിന്നെ ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് പോയിന്റെ പ്രസാദേ. എടാ, ഇതാ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് നീ വെച്ചോ. ഞാൻ മിക്കവാറും നാട്ടിലൊന്ന് പോകും. അപ്പോ ഇനി വക്കീലെങ്ങാനും വിളിച്ചാല് നീ ഏൽപ്പിച്ചാൽ മതി. പിന്നെ നമ്മുടെ അവിടുത്തെ വർക്കൊക്കെ പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നീ ആനുവൽ പാർട്ടിക്ക് വരില്ലേ? പിന്നെ എടാ, നിനക്ക് സ്വാധിക്ക് വേണ്ടിയിട്ട് എന്തോമാര് അവിടെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി തന്നെ ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുക. ട്രെയിനിങ് ബോംബെയിലാണമ്മേ, ഒരാഴ്ചത്തെ. അയ്യോ, പോവാതിരിക്കാൻ പറ്റില്ല. അല്ല, ആദ്യത്തെ ട്രെയിനിങ് തന്നെ കല്യാണം കാരണം മിസ്സായതല്ലേ? ഇല്ല അമ്മേ, ആശാരിനെ ഒന്നും വിളിച്ചിട്ടില്ല. ശരി അമ്മേ, അങ്ങോട്ട് വന്നു, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക് യു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ട്രെയിനിങ്ങിന് പോയ എന്റെ കാര്യങ്ങൾ ആരും നോക്കൂടി? അയ്യോടാ. ചായ എടുക്കട്ടെ? എന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്തുപറ്റി? എടി, ആശാരി മൂശാരി ഒന്നും വേണ്ട കേട്ടോ. ഒരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. നിനക്ക് അത് ആദ്യം കൊടുത്തൂടെ? അങ്ങനെ ഇപ്പൊ ചവിട്ടി അടയ്ക്കണ്ട. എന്തൊക്കെയായാലും ഈ അലമാരയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ചവിട്ടല്ലേ? ചവിട്ടുന്നില്ല. ഫോൺ 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 ഫോൺ. ഫോൺ വന്നത് നിന്റെ ഭാഗ്യം. ഹലോ. എന്താടി? എപ്പോ? ആ, എന്നാ നീ നേരെ ഇങ്ങ് പോരെ. വേണ്ട, ഞാൻ സന്ധ്യയുടെ കൂടെ നിന്നോളാം. എന്തിനാടി നീ വേറെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി താമസിക്കുന്നേ? എക്സാമിന് പോവാൻ അതാ എളുപ്പം. എന്തെങ്കിലുമൊക്കെ ചെയ്. ഞാൻ ഇവിടെ നിന്നോളാം. എന്നാ നീ സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് വാ. ദിവ്യ,
ബാംഗ്ലൂരിൽ ഏതോ എക്സാം എഴുതാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പക്ഷെ ഏതോ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടാ താമസിക്കുന്നത്. അവളെങ്ങനെ ഇങ്ങോട്ട് വരാനാ? അവളുടെ ചേട്ടൻ്റെ കൂടെ ഇപ്പൊ രാക്ഷസിയല്ലേ താമസിക്കുന്നത്. നോയിക്കോ, ഇത് സന്ധ്യയുടെ കൂടെ താമസിക്കാനാ പോകുന്നത്. എന്നിട്ട് അവൾ അത് ദിവ്യ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ താമസിച്ചില്ലെന്ന് പാടി നടക്കും. എടി, എന്റെ അനിയത്തി എന്റെ കൂടെ താമസിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാണക്കട എനിക്കല്ലേ. അത് ഞാനങ്ങ് സഹിച്ചു. സഹിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ. മനുഷ്യന് ദേഷ്യം വരിക. എന്തൊരു കഷ്ടം. ചവിട്ടരുതല്ലേ. ഇതില് വലിയ അത്ഭുതമൊന്നുമില്ല. ഓരോ വീട്ടിലും ആൾക്കാർക്ക് ഒരു കാര്യമില്ലാതെ മെക്കിട്ട് കയറാൻ എന്നെ പോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും. എടാ, ഞാനേ ഒരു 7:30 ആകുമ്പോൾ ലീല പാലസിലെത്താം. ഓക്കെ? സ്വാതി, ആ എന്തു പറ്റിയടി? മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. എന്തു പറ്റിയടി? എടി, അവക്ക് ഇങ്ങോട്ട് വരാനല്ലേ സമയമില്ലാത്തുള്ളൂ. ബാംഗ്ലൂർ കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇന്നെന്നെ ചെന്നൈയിൽ നിന്ന് റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ദിവ്യയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയാൻ. ഞാനിപ്പോൾ അവളെ വിളിക്കാറില്ല, നമ്മൾ നാട്ടിൽ പോവാറില്ല. ഞാനെന്തോ ചേട്ടനെ സാരിത്തുമ്പ കെട്ടിയിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവളുടെ ചേട്ടന്റെ ഭാര്യയല്ലേ. അത്രേ ഉള്ളോ? ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. നീ ഒന്ന് റെഡിയാവും, നമുക്ക് പാർട്ടിക്ക് പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ അവിടെ ഒരുങ്ങി കെട്ടി വന്നിക്കാൻ. സ്വാതി പ്ലീസ്, ആനുവൽ ഡേ ഫംഗ്ഷനാണ്. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പറയാതിരുന്നതാ. സർപ്രൈസ് അനിയത്തി വന്ന് തന്നല്ലോ. സർപ്രൈസ് എല്ലാവരും നിന്നെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവരോടൊക്കെ എന്തു പറയും? ഞാൻ വരുന്നില്ല, അത് തന്നെ. നീ വരാതെ പിന്നെ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോവും? എങ്ങനെയാലും പോ. ഈ ദിവ്യയുടെ ഒരു കാര്യം, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ. നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിനൊന്നിനും പോരായിട്ട് അതിൻ്റെ ഇടയിലുള്ള അലമാരയും കൂടെ. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാൻ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. ഓ ദൈവമേ, കൈയും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു. പ്രസാദേ, ഞാൻ വരുന്നില്ലടാ. ഒന്നുമില്ല, സ്വാതിക്കൊരു തലവേദന. ഓക്കെ, ശരി. എന്നാ ശരി, ഞാൻ പോയിട്ട് വിളിക്കാം. ഹലോ. ആ പറയടാ. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലണം ഡോക്യുമെന്റ്സ് ആയിട്ട്. നാളെയോ? അതെ, വക്കീൽ വിളിച്ചിരുന്നു. നാളെ കാലത്ത് ഹിയറിംഗ് ഉണ്ടെന്ന് സ്റ്റേഷനിൽ. ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് നാളെ 10 മണിക്ക് എത്തണം രാവിലെ. 10 മണിക്ക് അതെടുത്ത് പോലീസ് സ്റ്റേഷൻ ചെല്ലാന്ന് പറ. നാളെ 10 മണിക്ക്. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാൻ ഇങ്ങോട്ട് വാ. നീ വിഷമിക്കില്ലേ, നമുക്ക് പുതിയ അലമാര വാങ്ങിക്കാം. എടാ, പുതിയ അലമാര മേടിച്ച അതിനകത്ത് ഡോക്യുമെന്റ്സ് കാണോ? പിന്നെ ഇവിടെ ഒന്നും മേടിച്ചതിന്റെ തന്നെ പ്രശ്നം തീർന്നിട്ടില്ല. അതിന്റെ ഇടയില പുതിയൊരു അലമാര. പിന്നെ നമുക്കിത് കുത്തി പൊളിച്ചൂടെ? എന്നാ പൊളിക്ക്. അരുണേ, നീ പറഞ്ഞില്ലാതെ വേണം ഞാൻ കുത്തി പൊളിക്കാൻ പോവാ. എന്നാ പോയി കുത്തി പൊളിക്ക്. അല്ലെങ്കിൽ തന്നെ ഈ അലമാര പ്രശ്നമാണ്. ഇനി നീ കുടുംബാലം ഉണ്ടാക്കല്ലേ. ഞാൻ ആ കടയിലേക്ക് വിളിച്ചിട്ടാ. അയാൾ പറഞ്ഞ അയാളുടെ കടയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ അയാളൊന്ന് നോക്കാം, അല്ലെങ്കിൽ ചുമന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഒന്ന് പോടാ. എന്താ പിന്നെ ഇനി ഞാൻ ചുമന്നോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ? അവിടെ നിങ്ങോട്ട് കയറിക്കൊണ്ട് വന്ന പാട് നിനക്ക് അറിയാമല്ലോ. എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കയറ്റാനും ഇറക്കാനൊന്നും. നീ പോയി ആ മരപ്പണിക്കാരനെ വിളിച്ചോണ്ടോ. എവിടുന്ന് കൊണ്ടുവരാ? പിന്നെ ഇത്രയും നാളായിട്ട് മരപ്പണിക്കാരൊന്നും അറിയാൻ പാടില്ല ബാംഗ്ലൂർ. എടാ, നീ ആരെങ്കിലും വിളിച്ചോണ്ടൊന്ന് വാ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ എന്ത് വിശ്വസിച്ചാണ് ഒരു വീട്ടിൽ വന്നിട്ട് അളമാരിന്റെ പൂട്ടൊക്കെ തച്ചു പൊളിക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, വൈഫ് സ്ഥലത്തില്ലാത്തോണ്ടാ. ഇവന്റെ ആഹാ, അത് ശരി. നിങ്ങളെ ഭാര്യ വീട്ടിലില്ലാത്തപ്പോ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളെ ഭാര്യയുടെ അളമാരി കുത്തിപ്പൊളിച്ചിട്ട് നിങ്ങൾ മുതലടിച്ച് മാറ്റി അവസാനം കർണാടക പോലീസിന്റെ അടി ഞാൻ മേടിച്ചോട്ടെ എന്നല്ലേ? ആണാ? ചേട്ടാ, ഒന്നുമില്ലെങ്കിലും നമ്മള് മലയാളികളല്ലേ? ആണല്ലോ. വിട്ടോ, വിട്ടു പൊക്കോ.